ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു നിയമക്കുരുക്കിൽ പെട്ടതോടുകൂടി CPM-ന് ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അതങ്ങ് CPM ഏറ്റെടുക്കും. ഇതോടുകൂടി ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആന്റണി രാജു മറ്റാരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. 2026 ഈ സീറ്റ് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഏതായാലും അതൊരിക്കലും കൊടുക്കാൻ സാധ്യതയില്ല. ഈ വിധി വരുന്നതിനൊക്കെ വളരെ മുന്നേ തന്നെ CPM തീർച്ചപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് ചില ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുമെന്നുള്ളത്. അത് CPIM-ന് കിട്ടിയിരിക്കുന്ന കാര്യവുമാണ്. ഇപ്പൊ ആന്റണി രാജുവിന് ജനാധിപത്യ കേരള കോൺഗ്രസിന് തിരുവനന്തപുരം സെൻട്രൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് ആന്റണി രാജു. അവിടെ വിജയിച്ചു വന്നാലും അടുത്ത തവണ സീറ്റ് കൊടുക്കത്തില്ല. ഇനിയും ഈ കേസ് നിലനിൽക്കുകയും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്താലും അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ടുള്ള ആളിനും സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കേരള കോൺഗ്രസിൽ നിന്ന് പിളർന്നു വന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകാൻ പോകുന്ന കാഴ്ചയാണ്. ഈ 1996 കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധിയായി മത്സരിച്ച ആന്റണി രാജു 6894 വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ MM ഹസനെ തോൽപ്പിച്ചാണ് ആദ്യം നിയമസഭയിൽ എത്തിയത്. പിന്നീട് അദ്ദേഹം 2021 ജയിക്കുന്നത്. സിറ്റിംഗ് MLA, അതായത് കോൺഗ്രസിലെ ശിവകുമാറിനെ പരാജയപ്പെടുത്തി നിയമസഭാംഗവും മന്ത്രിയുമായി. അന്ന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ത്രികോണ മത്സരമാണ് നടന്നത്. NDAയുടെ BJP-യിൽ നിന്ന് കൃഷ്ണകുമാർ ആയിരുന്നു അവിടെ മത്സരിച്ചത്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരവും കൂടി ഉണ്ടായപ്പോൾ ആന്റണി രാജുവിന് വിജയിക്കാനിടയായി. അവിടുത്തെ ലത്തിൻ ക്രൈസ്തവരുടെ വോട്ട് ആന്റണി രാജുവിന് ഇപ്പോൾ എതിരായിട്ട് നിൽക്കുകയാണ്. ഇത് മിക്കവാറും LDF-ലെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടെന്നും അറിയുന്നു. അത് CPM കൊടുക്കുമോ അതോ അതിനു മുമ്പ് ഈ കേരള കോൺഗ്രസ് LDF വിട്ടു പോകുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. ഏതാണ്ടൊരു അടുത്ത മാസം പകുതി വരെ നോക്കേണ്ടിയിരിക്കുന്നു കേരള കോൺഗ്രസ് വിട്ടുപോകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ. കാരണം ഇപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM വളരെ മുന്നേ തന്നെ തീർച്ചപ്പെടുത്തിയതാണ് ചില ഘടകകക്ഷികളെ തീർക്കുമെന്നുള്ളത്. അതിൽ ഒരു ഘടകകക്ഷിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനോടൊപ്പം ഇല്ലാതാകാൻ പോകുന്ന വേറെ ഘടകകക്ഷികളും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിച്ചാണ് നിയമസഭയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റുമൊക്കെ പരിഗണിക്കുമ്പോൾ ഇനിയും മത്സര രംഗത്തേക്ക് വരാൻ സാധ്യതയില്ല. അത് ഒറ്റയാൾ പട്ടാളമാണ്. അപ്പോൾ ആ സീറ്റും കോൺഗ്രസ് CPM ഏറ്റെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഘടകകക്ഷികളെ മുഴുവൻ ഇല്ലാതാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ CPM-നകത്ത് LDF-ൽ കാണുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് CPI ആണ്, പിന്നീടുള്ളത് കേരള കോൺഗ്രസ് മാണിയാണ്, കേരള കോൺഗ്രസ് B ഉണ്ട്, ബാലകൃഷ്ണപിള്ളയുണ്ട്, അത് ഗണേശനാണ്. ഗണേശനെ നിലനിർത്തും. കാരണം പത്തനാപുരം മണ്ഡലത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കണമെന്നുണ്ടെങ്കിലും അത് വിജയിച്ച് നിയമസഭയിൽ എത്തിക്കുന്നതിനും ഗണേശനെ സാധിക്കുകയുള്ളൂ. അവിടെ പിടിച്ചെടുക്കാമെന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാല ഏറെ നാളായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അത്രത്തോളം ജനകീയനായി തീർന്ന ഒരാളാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിനെ കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പറയുമെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം സ്വീകാര്യനാണ്. കഴിഞ്ഞ 5 തവണയായിട്ട് പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന MLA ആണ്.
ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഘടകകക്ഷിയായിട്ടുള്ള മറ്റു ചിലരെയൊക്കെ CPM വിഴുങ്ങുമെന്നുള്ളതും ഉറപ്പാണ്. നമ്മുടെ കുട്ടനാട്ടിലെ, അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹത്തിനും വനം മന്ത്രി ശശീന്ദ്രൻ്റെയൊക്കെ സീറ്റ് CPM ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ആന്റണി രാജുവിന് കുരുക്ക് വന്നത് CPM ഒരു ഗുണകരമായിട്ടാണ് കാണുന്നത്. കാരണം UDF സ്ഥാനാർത്ഥിയായിരുന്ന VS ശിവകുമാർ ഇപ്പം മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇനി തിരിച്ചു പിടിക്കാമെന്നുള്ള കണക്ക് കൂട്ടലിലാണ്. പക്ഷേ ഈ മണ്ഡലം ഘടകകക്ഷിയായ CMPക്ക് കൊടുക്കുമെന്നും ഒരു അറിവുണ്ട്. അവിടെ CMP എന്ന് പറയുമ്പോൾ നമുക്കറിയാം CP ജോൺ തന്നെയാണ്. CP ജോൺ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിർത്തിയ ഒരു പരീക്ഷണത്തിലേക്ക് പോകാനായിട്ട് UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് താല്പര്യമില്ല. കാരണം CP ജോണിനോട് മുസ്ലിം ലീഗിന് പൊതുവെ ഒരു ആഭിമുഖ്യമുണ്ട്. അദ്ദേഹത്തിന് അവരുടെ മണ്ഡലമായ തിരുവമ്പാടിയിൽ നിർത്തി ജയിപ്പിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. CP ജോണ് വിജയിച്ചു വരുന്നു. UDF അധികാരത്തിൽ വന്നാൽ CP ജോൺ തീർച്ചയായിട്ടും CMPയുടെ ഒരു മന്ത്രി തന്നെ ആയിരിക്കും. അപ്പോൾ CMPയോട്, കാരണം മുസ്ലിം ലീഗിനോടും ഒക്കെ തന്നെ എപ്പോഴും ഒരു സ്നേഹത്തോടു കൂടി നിൽക്കുന്ന സ്വഭാവമാണ് CP ജോൺ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാൻ തയ്യാറാകുന്നില്ല. അതുമല്ല, ശിവകുമാറിലേക്ക് തന്നെ ഈ മണ്ഡലം മാറും എന്നാണ് അറിയുന്നത്. നിലവിലാണെങ്കിൽ ജില്ലയിൽ കോവള ഒഴികെയുള്ള 13 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പൊ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDFന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത് BJP നോട്ടമിട്ടിട്ടുള്ള മണ്ഡലമാണ്. BJP തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് തന്നെ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരം സെൻട്രലുമാണ്. ഈ തിരുവനന്തപുരം സെൻട്രലിലെ ഏതാണ്ട് 38,000 വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി അവിടെ വിജയിക്കണം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും അവരുടെ ഉറപ്പായ മണ്ഡലങ്ങളായി തീർന്നിരിക്കുന്ന സ്ഥിതിക്ക് ഈ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്, തലസ്ഥാനം പിടിച്ചു കഴിഞ്ഞ BJPക്ക് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗം തന്നെ തിരുവനന്തപുരം സെൻട്രൽ തന്നെ പിടിക്കണമെന്നുള്ള നോട്ടമാണ്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് CPM ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് പ്രകടമാണ്. ഈ തിരുവനന്തപുരത്തുകാർ എപ്പോഴും ഭരണത്തിന്റെ ഗുണത്തിന്റെയും ദോഷത്തിന്റെയും നേരിട്ടുള്ള ഉപഭോക്താക്കളാണ്. മറ്റു ജില്ലയിൽ കിടക്കുന്നവർക്ക് അതിൻ്റെ ഒരു തീഷ്ണതയോ ഒരു ഗൗരവമൊന്നും അറിയുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്തുകാർ ഇത് കൃത്യമായിട്ട് നേരിട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. ആ നേരിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആർക്കാണോ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് CPM വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ ആ മണ്ഡലം ഏറ്റെടുക്കുകയുള്ളൂ. കേരള കോൺഗ്രസിനെ അവിടെ മത്സരിപ്പിക്കുക മാണി ഗ്രൂപ്പിനെ. കാരണം മാണി ഗ്രൂപ്പിനെ എത്രത്തോളം സംരക്ഷിച്ചു നിർത്താമോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. കാരണം കേരള കോൺഗ്രസ് മറുകണ്ഠം ചാടാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസിനെ ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമവും കൂടിയാണ്. എന്തായാലും ആന്റണി രാജുവിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പോയി. ആന്റണി രാജുവിനെയും CPM തീർത്തു എന്നുള്ളതാണ്.